സ്വന്തം സുഹൃത്തുക്കൾ തന്നെ അക്രമികളാകുന്ന കാഴ്ച കൊല്ലം ചടയമംഗലത്ത് നിന്നാണ്. വാഹനം തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കം കൊണ്ടെത്തിച്ചത് കൊടിയ മർദ്ദനത്തിൽ. യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് സ്വന്തം സുഹൃത്തുക്കൾ തന്നെ. ഇതറിഞ്ഞ് തടയാൻ ചെന്ന സഹോദരനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. കേസിൽ 2 പേർ ചടയമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലായി. ആയൂർ ഇളമാട് അമ്പലമുക്ക് സ്വദേശികളായ പട്ടാളം സതീശൻ, പുലിത്തെട്ട വീട്ടിൽ സതീശൻ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രാത്രി 7:30യോടെയാണ് അതിക്രമങ്ങളുടെ തുടക്കം. പട്ടാളം സതീശന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്നത് പുലിത്തെട്ട വീട്ടിൽ സതീശനാണ്. അമ്പലമുക്ക് കുണ്ടൂരിൽ വെച്ച് നെല്ലിവിള വീട്ടിൽ ശ്രീകുട്ടന്റെ കാറ് സതീശന്റെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ വന്നിടിച്ചു. പിന്നാലെ ഇതേ ചൊല്ലി ഇരു കൂട്ടരും തമ്മിൽ വലിയ തർക്കം നടന്നു. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി കാർ ഓടിച്ച ശ്രീകുട്ടൻ സുഹൃത്തുകൂടിയായ ഓട്ടോറിക്ഷ ഉടമ പട്ടാളം സതീശന്റെ വീട്ടിലെത്തി. എന്നാൽ അവിടെ വെച്ചും തർക്കമുണ്ടായി. ശ്രീകുട്ടനെ ഓട്ടോ ഡ്രൈവർ സതീശനും ഉടമ സതീശനും ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചു. ജ്യേഷ്ഠനെ 2 പേർ ചേർന്ന് മർദ്ദിക്കുന്നതറിഞ്ഞെത്തിയ അനുജൻ നിഷാദിനെയും പ്രതികൾ വെറുതെ വിട്ടില്ല. ഇരുവരും ചേർന്ന് നിഷാദിനെ ക്രൂരമായി ആക്രമിച്ചു. കത്തികൊണ്ട് ഇടതു നെഞ്ചിനും വാരിയെല്ലിന്റെ ഭാഗത്തും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഒടുവിൽ നാട്ടുകാർ ഓടിക്കൂടിയാണ് ശ്രീകുട്ടനെയും നിഷാദിനെയും അക്രമികളിൽ നിന്നും രക്ഷിച്ചത്. ഗുരുതരമായി കുത്തേറ്റ നിഷാദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചടയമംഗലം CI D ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. മെഡിക്കൽ പരിശോധനകൾ നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പിടിയിലായ പട്ടാളം സതീശൻ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.